പ്രതികരണം ഞാൻ പറയാം. നരേന്ദ്രമോദിയെ കുറിച്ച് പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പിണറായി വിജയൻ സാറിനെ കുറിച്ചും ആഗ്രഹമുണ്ട്, ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചും പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ അവരാരും ജീവൻ തന്നിട്ടില്ല. ജീവൻ തന്നത് കർത്താവാണ്. ദേവദാസന്മാരെയൊന്നും എനിക്ക് പരിചയമില്ല. ബിജു പാസ്റ്ററെ വന്ന് പരിചയപ്പെട്ടു, ബാക്കിയുള്ളവരൊക്കെ ഞാൻ ഇരുന്ന് ചോദിച്ചതേ ഉള്ളൂ. നല്ല ദേവദാസന്മാരല്ലേ? ഇവർക്ക് വേണ്ടി ചാകാൻ തയ്യാറായവരൊന്ന് കൈവക്കി. പാസ്റ്ററുടെ വൈഫ് വിട്ടിരിപ്പുണ്ടല്ലോ അല്ലേ? അമ്മാൻ പോലും കൈവക്കിയില്ല. പൊക്കി, അത് കുഴപ്പമില്ല, പിണങ്ങൊന്നും വേണ്ട. ഇപ്പൊ എന്റെ ഭാര്യ ആയിരുന്നെങ്കിലും വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി കൈവക്കി വെച്ചിരിക്കുന്നെങ്കിൽ ഇത് കേൾക്കുമ്പോൾ താഴോട്ട് ഇടും. കാര്യം അങ്ങനൊന്നും ആരും ആർക്കും വേണ്ടി ചാകത്തൊന്നും ഇല്ല. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഭാര്യമാരെ കുറിച്ച് പ്രസംഗിക്കാത്തത്. ഞങ്ങൾക്കെല്ലാം പ്രസംഗിക്കാൻ യേശുവേ ഉള്ളൂ. കാര്യം നമുക്കറിയാം എത്ര വലിയ സ്നേഹമാണെങ്കിലും കാര്യം വരുമ്പോൾ എല്ലാവരും പോകും. പക്ഷേ ജീവൻ തന്നത്, പ്രാണൻ തന്നത് യേശു മാത്രമാണ്. അതാണ് എന്റെ സഹോദരൻ ഇവിടെ പാടിയത്. ജീവൻ തന്നു, പ്രാണൻ തന്നു, സ്നേഹം തന്നു. അങ്ങനെ ഒരു നേതാവിനെ എനിക്ക് കിട്ടിയെന്നുള്ളതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. എന്റെ പ്രിയപ്പെട്ടവരെ, കാൽവരി ക്രൂശിലുണ്ടല്ലോ കിടക്കുന്നത്, കിടന്നു പിടയുന്നത് യേശുവിന് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാണ്. പാപം ചെയ്തവന് വിധിക്കപ്പെടുന്ന ശിക്ഷ മരണശിക്ഷയാ. ഞാനും ആ കോടതിയിലേക്ക് കയറി നിൽക്കേണ്ടതായിരുന്നു. പക്ഷേ എന്നെ റിലീസ് ചെയ്തിട്ട് ആ കോടതിയിലേക്ക് എന്റെ കർത്താവ് കയറി നിന്നു. 5 കോടതികൾ 6 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ടും തെറ്റില്ലെന്ന് മാത്രമല്ല നീതിമാനാണെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടു. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും പറഞ്ഞ് യേശു ഇറങ്ങിപ്പോയില്ല. യേശു അവിടെ നിന്നത് എനിക്ക് പകരമായിട്ടാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, 2.5 അടി ഉയരമുള്ള കൈത്തൂണിലേക്ക് യേശുവിന്റെ 2 കൈയും കൂട്ടിക്കെട്ടിയിട്ട് റോമൻ നാണയങ്ങളും ഈയക്കട്ടകളും ഇരുമ്പ് കഷ്ണങ്ങളും ചേർത്തുണ്ടാക്കിയ ചാട്ടവാറുകൾ ചാട്ടിച്ചു പുറം പൊടിക്കുമ്പോ ഓരോ അടി അടിക്കുമ്പോഴും ശരീരത്തിലെ മാംസ കഷ്ണങ്ങൾ ഇളകി മാറുകയാണ്. എന്നിട്ടും കർത്താവ് കുതറി മാറാതിരുന്നത് കൊണ്ടയടി എനിക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് നമുക്കതിന്റെ ഗൗരവം ഇപ്പം മനസ്സിലാവില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പാസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്. ആ മൂവി ഇറക്കിയത് തന്നെ ആരും മാനസാന്തരപ്പെടാനൊന്നുമല്ല, അവന് കാശുണ്ടാക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഈ യേശുവിന് പകരം അഭിനയിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് പേര് ജിമ്മെന്നാണ്. ജിമ്മെന്ന് അദ്ദേഹത്തിന്റെ പേര്. അപ്പം ജിമ്മിനെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ചത്തു. അത് ചെയ്തൊരു കാര്യം, ഒരു ആർട്ടിഫിഷ്യൽ സ്കിൻ പൊതിഞ്ഞു. ജോസഫ് എന്ന ചരിത്രകാരൻ അന്നത്തെ ഈ ഒരു ചരിത്രമൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ട് അത് നോക്കിയാണ് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഒരു ആർട്ടിഫിഷ്യൽ സ്കിൻ പൊതിഞ്ഞു. ഈ സ്കിൻ പൊതിഞ്ഞിട്ടാണ് ജിമ്മിനെ കൊണ്ടുവന്ന് ഈ 2.5 അടി ഉയരമുള്ള കൽത്തൂണിലേക്ക് പോലെ വളച്ചു നിർത്തിയിട്ട് ശരീരം അടിച്ച് പുറം പിടിക്കുന്നു. പക്ഷേ സംഭവിച്ചെന്തെന്നറിയാം, ഈ അടിക്കുന്നതിനിടയിൽ 16ാമത്തെ അടി ആർട്ടിഫിഷ്യൽ സ്കിൻ തുളച്ചിട്ട് ജിമ്മിന്റെ ശരീരത്തിലോട്ട് കയറി. മനോരമയ്ക്കകത്ത് ഞാൻ വായിച്ച കാര്യമാണ് അദ്ദേഹത്തിന്റെ അനുഭവം. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് മരണവേദന എന്ന് പറഞ്ഞാൽ കുറഞ്ഞു, മരണത്തെക്കാൾ വേദന സഹിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, 2.5 മാസം പിന്നെ ഷൂട്ടിംഗ് ഇല്ലായിരുന്നു. എന്റെ യേശു ഉണ്ടല്ലോ ആർട്ടിഫിഷ്യൽ സ്കിന്നത്തല്ല അടികൊണ്ടത്. 33.5 വയസ്സിന്റെ ചോര കളയ്ക്കുന്ന പ്രായത്തിൽ ആ പച്ച ശരീരത്തിൽ ഓരോ അടി കൊള്ളുന്നതും എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ 70 കിലോയ്ക്കധികം ഭാരമുള്ള മരക്കുരിശും തോളിൽ വഹിച്ചുകൊണ്ട് ഗോൽഗോഥാവിലേക്ക് നടന്നുപോയത് എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇന്ന് രാത്രി ആ കാൽവരിയിലെ സ്നേഹത്തിന്റെ ശക്തി ഹൃദയത്തിന്റെ അകത്തളങ്ങൾ ഭരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്കത് ദൈവത്തിന് സ്തോത്രം. ഈ ദേശത്തിന്റെ പേരെനിക്കറിയില്ല, പക്ഷെ അഭിമാനത്തോടെ വിളിച്ചു പറയട്ടെ, ഈ ദേശത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ വികസന പ്രവർത്തനങ്ങൾ ചെയ്ത നിരവധി രാഷ്ട്രീയ നേതാക്കൾ കാണും. പക്ഷെ ഈ നാടിനു വേണ്ടി മരിച്ചവൻ ഒരുവരേ ഉള്ളൂ. അവന്റെ പേര് നസറ യേശുവെങ്കിൽ ആ യേശുവിനെ ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ഉയർത്തുമ്പോൾ ആ സ്നേഹം ഹൃദയത്തിനകത്ത് ഭരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇതിനകത്തുണ്ടെങ്കിൽ ആ കരമൊന്ന് അടിച്ചു നിൽക്കാനുള്ള സ്വന്തമില്ല. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലൂടെ മാനവരാശിക്ക് രക്ഷ. അതുകൊണ്ടാണ് മറ്റൊന്നും ഇവിടെ പ്രസംഗിക്കാത്തത്. കാൽവറിയിലേക്ക് നിങ്ങൾ നോക്കിയാൽ മതി, അവിടെ 3 മരണങ്ങളാണ് നടന്നത്. ഒരു മരണം പാപം ചെയ്ത നമുക്ക് വേണ്ടി പാപമില്ലാത്ത ദൈവകുഞ്ഞാട് മരിച്ചതാണ്. 2ാമത് മരണം എന്നറിയാം, ജീവിതകാലം മുഴുവൻ പാപം ചെയ്തു, തെറ്റ് ചെയ്തു. പക്ഷേ രക്ഷപ്പെടായിരുന്നു. രക്ഷകനെ അടുത്ത് കിടക്കുകയായിരുന്നു. കൈയൊന്ന് നീട്ടിക്കൊടുത്താൽ യേശുവിനെ പിടിക്കാം.
പക്ഷെ ആ രക്ഷകനെ മനസ്സിലാക്കാൻ കഴിയാതെ നിത്യമരണത്തിലേക്ക് പോയി. പക്ഷെ വേറൊരു കള്ളനുണ്ടായിരുന്നു. അവൻ ഹീറോയാ. അവൻ ജീവിതകാലം മുഴുവൻ തെറ്റ് ചെയ്തു, പാപം ചെയ്തു. പക്ഷെ മരണത്തിന് തൊട്ടു മുമ്പ് അവന് മനസ്സിലായി കിടക്കുന്നത് രക്ഷകനാണ്. ആ യേശുവിനെ ഹൃദയത്തിൽ അംഗീകരിച്ച് അവൻ നിത്യതയിലേക്ക് പറന്നുപോയി. ഇന്ന് രാത്രിയിൽ ഈ പ്രതീക്ഷയാണ് സുവിശേഷത്തിന്റെ കരുത്ത്. നീ എത്ര വലിയ കൊടും പാപിയാണെങ്കിലും ക്രൂശിൽ വിശ്വസിച്ചാൽ ഈ രാത്രി രക്ഷപ്പെടാമെന്നുള്ള സനാതനമായ സന്ദേശം ഇവിടെ ഉയർത്തി പറയുമ്പോൾ ചില ഭവനങ്ങൾ തകർത്തിരുന്ന ഈ വചനം കേൾക്കുന്ന ചിലരുടെയെങ്കിലും ജീവിതത്തിന് വഴിത്തിരിവാകട്ടെ. ഇന്ന് രാത്രി ഞാനത് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തോടെ ചേർത്ത് പിടിക്കാൻ കൃപ ലഭിച്ച പ്രിയപ്പെട്ടവർക്കാണ് ദൈവത്തിന് സ്തോത്രം.